പടച്ചോനെ എത്താപ്പത്. നമ്മള് മുത്തപ്പ, സ്വന്തം നാട് മലപ്പുറത്താ. ഈ നാട്ടിലോട്ട് ഇത് ആദ്യ. ഈ നാട്ടിലോട്ട് ഇത് മാത്രല്ല, മലപ്പുറം ജില്ല കടന്നത് ആദ്യ. ഹലോ 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 ബോസേ, ഇനിയുണ്ട്. ഈ പേര എവിടെയാ? പോരെയോ? ആ പേര വീട് ഞാൻ കണ്ണടയെടുത്തിട്ടില്ല. ഒരു കാര്യം ചെയ്, താങ്കൾ തന്നെ വായിക്ക്. പടച്ചോനെ എത്താപ്പത്. വേണ്ട, അല്ല നിങ്ങള് പോയിക്കോളി, നമ്മളെ കണ്ടുപിടിച്ചോളാം. എന്താ ആളെ കളിയാക്കാണ് വേ? ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ബഷീർ ഖാന്റെ മാളികയിലാണ് നമ്മളിപ്പോ ജോലി ചെയ്തത്. പെട്ടെന്നുള്ള ഉപ്പാന്റെ മരണം പെരയുടെ ചുമതല എല്ലാം എന്റെ തോളിലാക്കി. അപ്പോഴാണ് ബഷീർ ഖാന്റെ വിളി. ഒരു ജോലി ഇനി വാഗ്ദാനം. പിന്നൊന്നും നോക്കിയില്ല, നമ്മളിങ്ങോട്ട് പോന്നു. ഇനി കളി ഈ നാട്ടിലാ. പാടാ മോനെ മുസ്തഫ. അല്ല കള നായിന്റെ മോനെ മോനെ സൈൻ മുസ്തഫ കബോർഡ് വിളിച്ചു പറഞ്ഞ മുത്ത എന്താ കാട്ടുന്നത്? പടച്ചോനെ എന്ത് വലിയ വീടാപ്പത്. കരിപ്പൊരി വിമാനത്താവളോ? ഇവിടെ ഞെക്കുണ്ട്. ആരാ? നമ്മള് ബഷീർ ഖാനെ കാണാനായിട്ട്. ഉപ്പാ, someone wants to see you. പടച്ചോനെ ഇംഗ്ലീഷാ. ഓലോട് ഒരു മിനിറ്റ് അവിടെ ഇരിക്കാൻ പറയും മോളെ, ഞാതാ വരുന്നു. എന്താ പേര്? What? അന്റെ നിന്റെ എന്നൊക്കെ വിളിക്കുന്നതേ സൂക്ഷിച്ചു വേണം. ബ്ലഡി കൾച്ചറൽ ഇഡിയറ്റ്. സോറി താ, നിങ്ങളെ ഞങ്ങളെ മൂത്തേനാ, കണ്ടാ പറയില്ലാട്ടാ. ഇനി ഞാൻ അത്താന്ന് വിളിച്ചോളാം. യു ഫൂൾ, താൻ എന്താ വിളിച്ചേ? എന്റെ ഉപ്പ ഇങ്ങോട്ട് വരട്ടെ. ഉപ്പ ഉപ്പ. എന്താ മോളെ? ഇതാരാണ് ഉപ്പ? ഈ ഇഡിയറ്റ് എന്നെ കളിയാക്കുവാ. ഈ ഏതാണ്ടാ? ഞാൻ ഒന്നും മിണ്ടില്ല. താനൊന്നും മിണ്ടിയില്ലേ? സാനിയ, ഈ മിണ്ടാതിരിക്കും. ഈ വന്ന കാര്യം പറ. ഞാനിവിടെ പണിയെടുത്തിരുന്ന ഉമ്മർഖാന്റെ മോനാ. ആ, ഈ ഉമ്മറിന്റെ മോനാ? അന്നത് ആദ്യമേ പറയണ്ട പകയാ. മോളെ, ഇത് നമ്മുടെ ഉമ്മർഖാന്റെ മോനാ. മുസ്തഫ എന്നല്ലേ പേര്? നീ ഇങ്ങോട്ട് കേറി വാടാ മോനെ. വീട്ടിൽ എന്തൊക്കെയുണ്ടോ വിശേഷം? ഉമ്മാക്കും പെങ്ങൾക്കൊക്കെ സുഖല്ലേ? ബാപ്പ പോയത് കൂടി വലിയ കഷ്ടത്തിലാ. ഉമ്മാക്ക് തീരെ വയ്യ. ഒക്കെ നമുക്ക് ശരിയാക്കാടാ. അതിന് വേണ്ടിയല്ല അന്നങ്ങോട്ട് വിളിപ്പിച്ചേ. ഈ എത്ര വരെ പഠിച്ചു? 5ാം ക്ലാസ് വരെ നമ്മള് പോയുള്ളൂ. അതെന്താ? അത് കഴിഞ്ഞ പിടിച്ച് പുറത്താക്കിയോ? അതല്ല, ഈ സ്കൂളോട്ട് പോണേല് ഒരു പോയ കിടക്കണേല് ഒരു പാലൊന്നുമില്ലേ. പിന്നെ ഈ വഞ്ചിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ വഞ്ചിലിരിക്കാൻ ഭയങ്കര പേടിയാ. അങ്ങനെ പോയില്ല. നല്ല ബെസ്റ്റ് സ്റ്റോറി, കേട്ടാലും വിശ്വസിച്ചു. അതൊക്കെ പോട്ടെ. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതുവരെയൊക്കെ എത്തിയില്ലേ? നിനക്ക് എന്തൊക്കെ പണി അറിയാം? വണ്ടി ഓടിക്കാറിയാ, പിന്നെയൊക്കെ പറഞ്ഞ പോലെ. തൽക്കാലം നീ വണ്ടി ഓടിക്കണ്ട. വണ്ടി ഓടിച്ച ഒരു അഹാം പറഞ്ഞ അവിടെ ഉണ്ട്. തൽക്കാലം എനിക്ക് പറ്റിയൊരു പണി ഞാൻ തരാം. അയ്യോ വാ. ഓ, പടച്ചോനെ പശുത്തൊയ്ത്ത. മുസ്തഫ, ഇത് നമ്മുടെ ഉപ്പാപ്പാന്റെ കാലത്തോട്ടുള്ള തൊഴുത്താ.
അന്റെ ഉപ്പയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നേ. ആദ്യം 10-50 പശുക്കൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. നിനക്ക് പശുവിനെ ആർക്കറിയോ? ഒരേല് ആടിനെ കറന്നുള്ള പരിചയമുണ്ട്. ആ, അപ്പൊ എളുപ്പമായി. ആടും പശുവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എന്റെ ദിവസം രാവിലെ 6 മണിക്ക് 3 കുപ്പി പാല് വീട്ടിലെത്തിക്കണം. എന്നാ ഞാൻ ഇറങ്ങാ. എന്റെ വാപ്പ എല്ലാം തുടങ്ങി വെച്ചിടുന്ന, അതുകൊണ്ട് എല്ലാം നോക്കി കണ്ട് നേരെ ചൊവ്വ അങ്ങോട്ട് നടത്തുക. പാച്ച് പോയത് പടച്ചോനെ 6 മണിയാ. പടച്ചോനെ രാവിലെ തന്നെ ചാണകം. സമയം എത്രയെന്ന വിചാരം? 6 മണിക്ക് വരെയല്ലോ ഉപ്പ പറഞ്ഞേ. ആദ്യമായിട്ടല്ലേ, നാളെ തൊട്ട് നേരത്തെ വരാം. ഉപ്പ, പുതിയ പാൽക്കാരൻ വന്നിട്ടുണ്ട്. അന്നെ ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. ഇറസ്പോൺസിബിൾ ഫൂൾ. ഉപ്പാന്റെ മുന്നിൽ ഷൈൻ ചെയ്യുന്ന പോലെ എന്റെ മുന്നിൽ ഷൈൻ ചെയ്യണ്ട, കേട്ടോ? ഈ എന്താടാ ലേറ്റായേ? എണീക്കാൻ വൈകിക്ക, അതാണ്. ഞാൻ പറഞ്ഞില്ലേ ഉപ്പ, ഉമ്മർക്കാന്റെ അത്ര റെസ്പോൺസിബിലിറ്റി ഒന്നും ഇവനില്ല. ഉപ്പാക്കാണെങ്കിൽ മോൻ എന്തുകൊണ്ടായിക്കൂടാ? ഈ ആ പാലകത്ത് കൊണ്ടുവച്ചിട്ട് ഉമ്മർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഓനെടുത്ത് കൊടുക്ക്. ആ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താലേ. ഫങ്ഷൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരാലാക്ക് പിടിച്ച പോണ. ആ, നീ ഇവിടെ നിക്ക്, ഞാനോടൊപ്പം ഭക്ഷണം കഴിക്കട്ടെ. ഓളിപ്പോ വരും. ആയിക്കോട്ടെ. ഇവളൊക്കെ ഉണ്ടാക്കിയ നേരത്തെ അങ്ങേർക്ക് വല്ല ഹജ്ജനും പോലെങ്കിൽ വല്ല പുണ്യം കിട്ടിയാണ്. അഹങ്കാരി. ഉമ്മർക്കേ നല്ല പൊന്നുപോലെ കൊണ്ടുനടന്നിരുന്ന ഫോണാ. പിന്നെ തൊഴുത്തില്ല നിന്റെ പണി. ഇതെങ്ങാനും കൊണ്ട് കളഞ്ഞ നിന്റെ പണി തെറിക്കും. I will teach you how to use this phone. If you get a call, just press this green button. It is receiving call. If you wanna cut the call, this is the button, red button. അന്നോട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഈ നമ്മളോട് ഇംഗ്ലീഷ് പറയാ? കഷ്ട. അന്നെ ശരിയാക്കി തരാട്ടെ ഞാൻ. ജീവിതത്തിൽ ഒരു പെണ്ണിനോട് ദേഷ്യം തോന്നുന്നത് ഇതാദ്യമായിട്ടാ. ഉള്ള കോപ്പിലൊരു ഇംഗ്ലീഷ്. ഒരു ദിവസം അവളോട് കടിച്ച പൊട്ട തന്നാൽ ഇംഗ്ലീഷും പറഞ്ഞിട്ട് മുസ്തഫോട് പരപ്പനം കടിക്ക് വണ്ടി കയറും. ആ എടാ, ഇത് ഞാനടാ, മുസ്തഫ. എടാ നീയാ? എടാ ഫൈസലേ, നമ്മുടെ മുസ്തഫയാണ്ടാ. പിന്നെ ഫോണും കിട്ടിയാ? ഈ അതിനാ ഉള്ളിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ഭയ്യ, ജോലി കിട്ടിയാ? എന്ത് ചോദ്യണ്ടത്? നമ്മളോട് ചെന്നപ്പോ തന്നെ ബഷീർക്ക് വണ്ടിയുടെ കീ എടുത്ത് തന്നിട്ട് പറയല്ലേ ചോടിച്ചോടാന്ന്. ഏതാണ്ട വണ്ടി അംബാസിഡർ ആണോ? ഇപ്പൊ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. വണ്ടി ബെൻസാണ്ടാ, ബെൻസ്. പടച്ചോനെ, ബെൻസാ? അത് മാത്രല്ലടാ, നമ്മളവിടുത്തെ ഷൗവൽ ഓപ്പറേറ്ററും കൂടിയാണ്. ഷൗവൽ ഓപ്പറേറ്ററാ? അതെന്താ സാധനം? അതിപ്പോ ഒന്നുമില്ലടാ, ഒരു സംഭവം. എന്റെ ഭാഗ്യം മുസ്തഫ. അല്ല, എന്താണ്ട് ഒരു ലീക്ക് ചെയ്യണ ശബ്ദം?
അതിപ്പോ ഞാൻ വഴിയിൽ മുള്ളാൻ വേണ്ടി ഒന്ന് നിർത്തിയതാ. എടാ ബഷീർക്കാക്കി വല്ല പെൺകിടാങ്ങളുണ്ടാ? ഒരു 6 പറഞ്ഞോളുണ്ട്. ഉള്ള കാര്യം കേൾക്കുമ്പോ പ്രഷർ അങ്ങോട്ട് കേറും. ഓള് ഞാൻ വെറുപ്പിച്ചടാ. ഓളൊടുക്കത്തല്ല ഇംഗ്ലീഷ് പാട്ടി പോലെ അടിച്ചു പോകും. അപ്പൊ ഇജ്ജ് എന്റെ 5ാം ക്ലാസ്സിൽ പറന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഏത്ത് പവറാണ്ട. ഓള് പറയുമ്പോ നമ്മുടെ വായില് വേരലിട്ടിരിക്ക. പക്ഷെങ്കിൽ ഒരിക്കലും ഞാൻ പറയും. ഇജ്ജ് പോയി ഇംഗ്ലീഷ് പഠിക്ക്, എന്നിട്ട് ഓളോട് പറ ഇതൊന്നും നമുക്ക് പറ്റാത്ത പണിയല്ല. പഠിക്കടാ പഠിക്കൂ. ഓളിപ്പന്റെ ശത്രുവാടാ. ഓളോട് പ്രതികാരം വീട്ടിട്ട് ഞാൻ ഇനി പരപ്പനങ്ങാടിക്ക് വണ്ടി കയറും. ഇതെന്റെ ആദ്യത്തെ മാസം ശമ്പളം. ഇതൊന്നും നിനക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ള ഉമ്മയ്ക്കും ഞങ്ങൾക്ക് അയച്ചു കൊടുക്കണം. കേട്ടല്ലോ? ഹായ് ബ്രോ, ഐം അലക്സ്. അഡ്മിഷൻ എടുത്തോ? ആ ചങ്ങയ്യെ ഈ പൈസ എവിടെ കൊടുക്കണ്ടേ? യു ജസ്റ്റ് ഗോ ദേർ മാൻ. Yes. Come on. Yes. Come on, sit. Take your seat, man. എടാ ഇരിക്കടോ. എങ്ങനെ പേര് ഇയാളുടെ? മുസ്തഫ. ഓക്കെ മുസ്തഫ, വാട്ട്സ് യുവർ പ്രോബ്ലം? ഐ മീൻ ഇംഗ്ലീഷ് ആണോ? നമ്മൾ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലേ? ഓ, ഏ നിസാം, നിസാം, നിസാം. യെസ് സാർ. ദിസ് ഇസ് മുസ്തഫ. ഹായ്. ഹായ്. അപ്പൊ മുസ്തഫ, ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ നിന്നെ മനസ്സിലാക്കലാണ്. അപ്പൊ നീ നിസാം സാറിനോട് ചെല്ല. ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ആദ്യം മുസ്തഫ, എനിക്ക് ഇംഗ്ലീഷിൽ ഒന്നും അറിയില്ല എന്നുള്ള പേടി അങ്ങ് മാറ്റണം. എങ്ങനെ പേടിയൊന്നുമില്ല മാഷേ. എന്നിട്ടാണോ? എങ്കിൽ പറ, നിനക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെ അറിയാം? ഇപ്പൊ ഇംഗ്ലീഷില് ആ കൂടി നമുക്ക് അറിയണ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, മെഗാസ്റ്റാർ മമ്മൂട്ടി. ഈ രണ്ടിലും സൂപ്പർ സ്റ്റാറും പിന്നെ മെഗാസ്റ്റാറും ഇംഗ്ലീഷാണ് നമുക്കറിയാം. എന്നിട്ടാണോ? ഇതന്നെ വലിയ കാര്യാണ്. ഒന്ന് പോ സാറേ, ചുമ്മാ ബടായി അടിക്കണ്ടി. ആണെന്നേ. അതുപോലെ അറിയാത്ത എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് മുസ്തഫാക്ക് അറിയൂ? അതൊക്കെ പോട്ടെ, ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അതിപ്പോ നമ്മളെങ്ങനെ എണ്ണൊന്നും നോക്കിയിട്ടില്ല. ഊഹം പറയുകയാണെങ്കിൽ 10 കാണൂലേ? അതെന്താ മുസ്തഫ, നമുക്ക് ഊഹല്ല വേണ്ടേ, നമുക്ക് വേണ്ടത് കറക്റ്റ് ആൻസർ ആണ്. ഇംഗ്ലീഷിൽ ആകെ 26 അക്ഷരമുള്ളൂ. അതേതൊക്കെയാന്ന് മുസ്തഫാക്ക് അറിയൂ? എ ഉണ്ട്, സി ഉണ്ട്, പിന്നെ എക്സ് ഉണ്ട്. അങ്ങനെ കുറച്ചുണ്ട്. ഈ പ്രാഞ്ചേട്ട സിനിമയിലും നമുക്ക് പറഞ്ഞാലേ അതിന്റെ ടച്ചൊക്കെ പോയില്ല സാറേ. യുവർ സിറ്റുവേഷൻ ഈസ് വെരി ബാഡ്. ഒന്നുമില്ല. എന്താ നിസാം, ചെക്കൻ എങ്ങനെ, പുലിയാണോ അതോ നമ്മൾ പുലിയാക്കേണ്ടി വരുമോ? എനിക്ക് സംശയമാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കാം മുസ്തഫ, അല്ലേ? നീ നാളോട്ട് 4 മണിയുടെ ക്ലാസ്സിന് വാ. പിന്നെ നിന്റെ ഈ കൂതറ കോലൊന്നും വേണ്ട. വെൽ ഡ്രസ്ഡ് ആയിട്ട് നാളെ വാ. അപ്പൊ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. ഏത് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പൊ നീ പോട്ടോ, പൊക്കോ. സാറ് പറഞ്ഞ് കോഫിസൻസ് വന്നാ മതി. ഇനി എന്ത് ഹലാക്കായാലും അവളോടുള്ള വാശിക്ക് ഞാൻ എല്ലാം പറഞ്ഞ പോലെ ചെയ്ത് കുളിച്ച് കുട്ടപ്പനായി ക്ലാസ് പോയി തുടങ്ങി. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രൊഡ്യൂസിംഗ് ആണ്. തെറ്റിയാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ബട്ട് വൺ കണ്ടീഷൻ, മലയാളം പറയാൻ പാടില്ല. ഇതാരത്? വാ വാ, ദിസ് ഈസ് മുസ്തഫ, ന്യൂ അഡ്മിഷൻ ആണ്. ടേക്ക് യുവർ സീറ്റ്. പോയിരിക്കടോ. ഇതെന്ത് സാധനം? ഇതാരത്? ഇതിവിടുത്തെ ഫസ്റ്റ് ബാച്ച് പഠിച്ചായിരുന്നാ? മുസ്തഫ, ഇപ്പൊ ഇവിടെ നടക്കുന്നത് സെൽഫ് ഇൻട്രൊഡ്യൂസിംഗ് ആണ്. തെറ്റിയാലും കുഴപ്പമില്ല, ബട്ട് മലയാളം പറയാൻ പാടില്ല. പകരം നിങ്ങക്ക് ആക്ഷൻ കാണിക്കാം.
Who is first? സാറേ എന്താ സാറേ ഈ സെൽഫി കാസ്റ്റിംഗ് പറഞ്ഞാല്? സെൽഫി കാസ്റ്റിംഗ് അല്ലടോ, സെൽഫ് ഇൻട്രൊഡ്യൂസിങ് എന്ന് വെച്ചാ നമ്മള് നമ്മളെ തന്നെ പരിചയപ്പെടുത്തുക. ഞാൻ വരാം സാർ. Come on, give him a big hand. Start. മുസ്തഫ, പരപ്പനങ്ങാടി, ഉമ്മർ, ഖദീജ, കുട്ടിയുണ്ടാ? നീന. വെൽ ഡൺ മുസ്തഫ. നിന്റെ ഈ ധൈര്യം മാത്രം മതി, നിന്റെ ഈ കോൺഫിഡൻസും നിന്റെ ഈ ധൈര്യം മാത്രം മതി. നാളത്തെ സ്റ്റാർ നീ തന്നെയാണ്. കമോൺ, എന്താണ് നോക്കിയിരിക്കുന്നത്? ഗിവ് മി എ ബിഗ് ഹാൻഡ്, അവർ സ്റ്റാർ മുസ്തഫ. എൻകറേജ്മെന്റ് ഈസ് ദ ബെസ്റ്റ് വേ ഫോർ സക്സസ്. ഡു യു ഗെറ്റ് ഇറ്റ്? ഇപ്പൊ ഈ ചെക്കനങ്ങ് താത്ത കിട്ടിയ പിന്നെ ഇവനങ്ങ് കയറി വരില്ല. ഓക്കെ ഓക്കെ ഗായ്സ്, ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം ബൈ പ്രാക്ടീസിംഗ് ആണ്. സപ്പോസ് ഇപ്പൊ നമുക്ക് എവിടെ നിന്ന് എന്ത് കിട്ടിയാലും അതെടുത്ത് അങ്ങ് വായിക്കുക. ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ചെറിയ ബുക്സുകൾ എല്ലാം നമ്മൾ വായിക്കുക. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് ഏറ്റവും നല്ല മാർഗം ഫേസ്ബുക്കാണ്, റൈറ്റ്? പക്ഷെ അതിന് ആദ്യം തന്നെ നമ്മുടെ കൂതറ ഫ്രണ്ട്സിനൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യണം. പകരം ലണ്ടനിലും അമേരിക്കയിലും ഒക്കെയുള്ള സായിപ്പും മതന്മാരെയൊക്കെ അങ്ങ് ഫ്രണ്ട്സ് ആക്കണം. എന്നിട്ട് അവരായിട്ട് ചാറ്റണം. അങ്ങനെ ചാറ്റി ഇംഗ്ലീഷ് പഠിക്കാം, റൈറ്റ്? അതല്ലേ ഏറ്റവും നല്ല വഴി. അപ്പൊ എങ്ങനെ മുസ്തഫ, ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ സാർ. ഓക്കെ. My name is Mustafa. I am coming from Malappuram. My father died last year, so I have to earn myself. I think that I am the only person with this type of funny character. Because of my stupidity, all of you happy, so I am happy. With the power of Allah, I can do anything in this world. Thank you. യെസ്, ഐ റിയലി പ്രൗഡ് ഓഫ് യു മാൻ. ബിക്കോസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരാൾ വന്ന് ഇത്രയും കോൺഫിഡൻസോടെ സംസാരിക്കുന്നത്. ഇറ്റ്സ് ഗ്രേറ്റ്. ഗിവ് ഹിം എ ബിഗ് ഹാൻഡ്. റഫീഖ് സാർ തന്ന കോൺഫിഡൻസ് കൊണ്ട് മാസങ്ങൾക്കുള്ളിൽ ഞാൻ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചു. ഇനിയും പഠിക്കണം. ആദ്യമൊക്കെ ലൈറ്റായിട്ടുള്ള ഇംഗ്ലീഷ് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ ഹെവി ആയിട്ടുള്ള കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് ബുക്സും വായിച്ചു തുടങ്ങി. ഇന്ന് ഈ ബുക്ക് വായിച്ച് എനിക്കെന്താ മനസ്സിലായെന്ന് റഫീഖ് സാറിന് പറഞ്ഞു കൊടുക്കണം. ബാക്കി സാർ അപ്പ പറയും. എന്തൊക്കെ ആയാലും തന്ന ബുക്ക് കിടിലനാണ്. ചെക്കനിപ്പം ഞാൻ പറഞ്ഞ പോലെ പുലിയായി വരുന്നില്ല നിസാമേ. എടോ, ഇപ്പം മോർണിംഗ് ബാച്ചിലെ പിള്ളേര് വരെ അവനുള്ളതുകൊണ്ട് ഈവനിങ് ബാച്ചിൽ വരാം. ചെക്കനെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത അവൻ നാളത്തെ ഒരു സ്റ്റാറാ. സാറെന്താ ഉദ്ദേശിക്കണേ? എടാ, സംഗതി അവർ കുപ്പത്തൊട്ടിയിലെ മാണിക്കാണേലും നല്ല തിളക്കൊണ്ട് നിസാമേ. ആ തിളക്കം ഞാനങ്ങ് കൂട്ടും.
സാറിന് വല്ല പ്രാന്തുണ്ടേ? നിസാമേ, നീ ഇങ്ങനെ തന്നെയായിരുന്നു. നിന്നെ ട്രെയിൻ ചെയ്ത് ഇവിടം വരെ എത്തിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഇവനെ കൊണ്ട് ഞാനത് ചെയ്തിരിക്കും. നന്നായിണ്ട്. മേ കം ഇൻ സർ? ഓഫ് കോഴ്സ്, കം ഓൺ. താങ്ക് യു. എന്തായി മുത്തേ, വായിച്ച? Yes, sir. The 3 mistakes of my life. Book tells life of 3 youth trying to make a lifestyle and opens a shop that sells cricket goods. To realize their goal, they will have to face it all: religion, politics, calamities, unexpected love, and above all, their own mistakes of life. ഇപ്പൊ എങ്ങനെ? ഞാൻ പറഞ്ഞ ശരിയായില്ലേ? ഒരു കൈ നോക്കാല്ലേ സാറേ? എന്താ സാർ? മുസ്തഫ, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അതിനൊരു വഴി ഞാൻ തുറന്നുതരാൻ പോവുകയാണ്. നാളെ മുതൽ നീയാണ് ഇവിടുത്തെ ട്രെയിനി, ഇവിടുത്തെ ഈവനിങ് ബാച്ചുകാർക്ക്. ഞാനാ? സാറിന് വല്ല പ്രാന്തുണ്ടാ? ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല സാർ. എനിക്ക് പറ്റിയ പണി പഠിച്ച നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തു പണി? അതൊന്നും ഇല്ല സാറ്. ഇവിടെ വരെ എത്തിയത് ഒരു വാശിപ്പുറത്താ. എപ്പോഴും എനിക്ക് ആ വാശി ഉണ്ടാവണമെന്നില്ല സാർ. എന്നെ വിട്ടേക്ക് സാർ. പാല്. നീ എന്ത് കണ്ടിട്ട് പൊട്ടനെ മാതിരി വായിക്കുന്നേ? പിന്നെ ഇംഗ്ലീഷ് പത്രം വായിക്കാൻ പറ്റിയ മോന്ത. നിനക്കൊക്കെ പശുവിനെ കറക്കലേ പറഞ്ഞിട്ടുള്ളൂ പണി. ടിക്കോപ്പേ, ഈ എന്താ പറഞ്ഞ്? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നോ? എന്നാ കേട്ടോ. ദ ലാസ്റ്റ് റൂളർ ഓഫ് തിരുവിതാംകൂർ റോയൽ ഫാമിലി, ഡോക്ടർ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, passed away. It happened on last Monday due to a mild heart attack. Do you want to know any other news? ഓളോട് 2 ഡയലോഗ് അടിച്ചപ്പോ മനസ്സൊന്ന് തണുത്തു. ഒരു വിശ്വാസം ഉള്ളിൽ വന്നു പോയി. ജീവിതം പാല് കറന്ന് തീർക്കാനുള്ളതല്ല. സാറ് തുറന്നു തന്ന വഴിയിലൂടെ ഇനി ഞാൻ നടക്കാൻ പോകും. സാർ, ഞാൻ എൻ്റെ വാക്ക് മാറ്റി. ഞാൻ വരാം. പുതിയ വേഷം, പിള്ളേർ ചിരിക്കാവോ? എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, ഇനി വരുന്നോടത്ത് വെച്ച് കാണാൻ. ഞാനിവിടെ പണിയെടുത്തിരുന്ന ഉമ്മർഖാന്റെ മോനാ. മുസ്തഫാന്റെ മോനാ? മുഹമ്മദ് എന്നല്ലേ പേര്? അതെ. Due to a mild heart attack. The last rule of Tiruvidampur royal family. ഡോക്ടർ എത്രയാണോ? എനിക്ക്